വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് റോന്ത് എന്ന സിനിമയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷാഹി കബീർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ആ ഒരു പേര് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഷാഹി കബീറിൻ്റെ പോലീസ് സ്റ്റോറികൾ ഇതുവരെ മലയാളികളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു വിഭാഗത്തോട് കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ മൈൻഡുണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ തന്നെയാണ് ഷാഹി കബീറിൻ്റെ സിനിമയിൽ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ സിനിമകൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത ഡീറ്റെയിലിംഗ് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്കറിയാത്ത, നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ ഈ പോലീസ് സേനയ്ക്കുള്ളിലും സംഭവിക്കാറുണ്ട്. ആ സംഭവങ്ങളെ കൃത്യമായി ഡീറ്റെയിൽ ചെയ്ത് ആ ഒരു രീതിയിലൂടെ ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നൊരു പരിപാടി പുള്ളിക്കാരനുണ്ട്. ഇമോഷൻസ് ഹൈലി മനുഷ്യനെ പിടിച്ചിരുത്തി കളയുന്ന ഒരുപാട് പദ്ധതികൾ പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ഡയറക്ടറാണ് ഷാഹി കബീർ. അങ്ങനെ റോന്ത് എന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പോൾ റോന്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റോന്ത് ചുറ്റൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു റോന്ത് ചുറ്റലിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലുള്ളത്. കഥ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഇങ്ങനെ തങ്ങി ഒതുങ്ങി പോകുന്ന ഒരു പരിപാടിയില്ല. ഒരു റോന്ത് ചുറ്റൽ സംഭവിക്കുന്നു, ആ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ്, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് അവിടെ നിന്ന് മറ്റിടത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പോലീസ് ഓഫീസേഴ്സും അതിനിടയിൽ വർക്കൗട്ടാവുന്ന ഈഗോ ക്ലാഷുകളും ആ ഈഗോ ക്ലാഷിനിടയിൽ നിന്നിട്ട് പോകുന്ന ഓരോ ഇൻസിഡൻസും എങ്ങനെയൊക്കെ സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിങ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ് മലയാള സിനിമയിൽ ഇങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല. കാരണം പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഒന്നുകിൽ ഒരു കേസ് അന്വേഷണം ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു അന്വേഷണം എന്ന് പറയുന്നൊരു സാധനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു റോന്ത് ചുറ്റലിനെ മെയിൻ സംഭവമാക്കി എടുത്തിട്ട് ആ റോന്തിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നോ ആ സംഭവിക്കുന്ന ഇൻസിഡൻസ് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിൽ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കാമോ അത് ഭയങ്കര കടുപ്പം പിടിച്ച രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ഇൻസിഡൻസും ഓരോ തരത്തിലാണ് നമ്മളെ ഇമോഷണലി വേദനിപ്പിക്കുന്നത്, നമ്മളെ പേടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്നത് തന്നെ പറയാം. ഒരൊറ്റ രാത്രി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരം സംഭവങ്ങളായിരിക്കും സംഭവിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പേടി തോന്നും. നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ തരത്തിലുള്ള വയലൻസുകളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളിതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയത്തില്ല. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ സംബന്ധിക്കുന്ന കുറേ ഇഷ്യൂസ് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് അവിടെ പോലീസ് ഓഫീസേഴ്സ് നേരിടേണ്ടി വരുന്ന ഇൻസിഡൻസും അതിൽ അവർക്കുണ്ടാകുന്ന ഇമോഷൻസും ഒക്കെ എൻ്റെ അമ്മോ, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ റോഷൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പേടിയുണ്ട്. ആ പേടി ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പ്രേക്ഷകനും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് സംഭവിക്കുന്നത്. ഓരോ ഇൻസിഡൻസ് അതിനകത്തൊരു വീട്ടിൽ പോയിട്ടൊരു കുട്ടീനെ രക്ഷിക്കുന്നൊരു സാധനമുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ മൊത്തം ഇങ്ങനെ പേടിയാണ്, ഇവർക്ക് വല്ലതും പറ്റുമോ, കുട്ടിക്ക് വല്ലതും പറ്റുമോ, അങ്ങനെ നമ്മളിങ്ങനെ പേടിപ്പിക്കുന്നൊരു സാധനം. എന്നിട്ട് നേരെ ഈ സിനിമ ഇങ്ങനെ പല തരത്തിലും കണക്ട് ചെയ്തിട്ട് നായാട്ടം എന്ന് പറയുന്ന സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ചായ്വ് ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നൊരു പരിപാടിയുണ്ട്. അവിടെ കൂടെ എത്തുമ്പോഴത്തേക്ക് സിനിമ വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ നേരിട്ട് പോകുന്നുണ്ട്, ആ പോകുന്ന ഇൻസിഡൻസ് ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത്, അവരെ ബാധിക്കുന്നത്, അത് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ നേരിടുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഭയങ്കര ഡീറ്റെയിൽ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സോ പെർഫോമൻസിൽ ആകെ രണ്ടേ ആൾക്കാരാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അവർ രണ്ടുപേരും, അതായത് ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ, രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന ഏരിയാസ്, ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഏരിയാസ്, അവർ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ഇതെല്ലാം ഗംഭീര പെർഫോമൻസാണ് രണ്ടുപേരും അസാധ്യ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയില്ല, കാരണം അത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയും മികച്ച പെർഫോമൻസാണ് രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സബ് ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഓരോരുത്തരും, എൻ്റെ അവസാനം ഒരു പോലീസ് ഓഫീസറൊക്കെ വരുന്നുണ്ട് ഇവരുടെ കൂടെ. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചിട്ട് പൊട്ടിക്കാൻ തോന്നിപ്പോകുന്ന തരത്തിലുള്ള പെർഫോമൻസാണ്. അമ്മാതിരി ആറ്റിറ്റ്യൂഡാണ് കാണിച്ചു വെക്കുന്നത്.
ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വേറൊന്നുമായിട്ട് ഇങ്ങനെ ഏത് തരത്തിൽ ബന്ധപ്പെട്ട് വരുന്നു, എങ്ങനെയൊക്കെ വരുന്നു, ഓരോ തരത്തിലുള്ള ആൾക്കാരുടെ മൈൻഡ് ഗെയിം എങ്ങനെയാണ്, പോലീസ് എന്താണ്, പോലീസിങ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളെ ഡീറ്റെയിൽ ഇത് കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, നൈറ്റ് ഷോട്ട്സൊക്കെ ഭയങ്കര കിടിലമാണ്, എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. സീരീസ് ഓഫ് ഇൻസിഡൻസ്, ഇപ്പോൾ ബിജു, ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് കുറേ ഫൺ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മൊത്തം നമ്മളെ വല്ലാണ്ടാക്കുന്ന ഇൻസിഡൻസാണ്. ആ ഇൻസിഡൻസിലൂടെ നമ്മളിങ്ങനെ ഒരു റോന്ത് കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ. സോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻ ഷോർട്ട് മെയിൽ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അത്രയ്ക്ക് മികച്ച ഗംഭീരമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറിട്ട ഒരു പോലീസ് സ്റ്റോറിയാണ് റോന്ത് എന്ന് പറയുന്നൊരു സിനിമ. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ. ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ മൈൻഡ് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ സിനിമ തരുന്നൊരു ഇമോഷൻ. തീർച്ചയായിട്ടും നായാട്ടൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു ഇമോഷനാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ നമ്മുടെ ഓഡിയൻസ് എത്ര പേര് ഇത് സെലക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വരുമെന്നോ എനിക്കറിയത്തില്ല. ബട്ട് എനിവേ, എന്താണെങ്കിലും ഈ ഒരു സിനിമ മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഗംഭീര സൗണ്ട് ഡിസൈനിങ് ഒക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് നൈറ്റിൽ ഒരു വീട്ടിലോട്ട് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അപാര സൗണ്ട് ഡിസൈനിങ് ആണ്. ആ സമയത്തൊക്കെ നമുക്ക് തന്നെ ഒരു പേടിയും ഒരു സാധനമൊക്കെ കയറി വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. സോ കൂടുതലൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോയി കാണാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ളൊരു പോലീസ് സ്റ്റോറിയാണ് റോന്ത്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. കൂടുതൽ വീഡിയോസും റിവ്യൂസും റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും